ഹായ് ഫ്രണ്ട്സ്, ഇത് ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ ആണ്. ചേട്ടായി പണി കഴിഞ്ഞ് വന്നപ്പം മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു തിരുമ്പുളി ഇട്ട് ചാറ് വെക്കാമെന്ന്. കുറച്ച് ചക്കപ്പുഴുക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേവിച്ചല്ല, എനിക്ക് താഴത്തെ ചേച്ചി വേവിച്ചപ്പോൾ കൂടെ കുറച്ച് തന്ന. അപ്പോൾ ചക്ക ഞാൻ വേവിച്ചാൽ തന്നെ തിന്നാനുള്ളൂ ചേട്ടാ, ഈ ഒരു ഇച്ചിരിയെങ്ങാനും തിന്നുള്ളൂ. പിന്നെ വെറുതെ വേവിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു വേവിക്കുന്നില്ല ചേച്ചി, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചേച്ചി എനിക്ക് വേവിച്ച കൂടി ശകലം തന്നായിരുന്നു. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മത്തി 3-4 വറക്കുകയും ചെയ്തു. കറി അടിപൊളിയായിരുന്നു കേട്ടോ. ഫിഷ് മസാല കിട്ടിയാൽ നല്ല മണമായിരുന്നു. ആ സമയത്ത് കുഞ്ഞിനാണെങ്കിൽ ഒരു ഉറുമ്പിനെ അടിച്ചു കൊല്ലുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അതേ ഭിത്തിയെ കൂടെ പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര അടിയാണ്. ഇപ്പോൾ കൈ പിടിക്കാതൊക്കെ കുറച്ച് സമയമൊക്കെ നിൽക്കും. പിന്നെ ചെറിയ ബാലൻസൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നിൽക്കാൻ. പിന്നെ കുരുത്തക്കേടാണ്. എൻ്റെ ഫ്രൂട്ട്സ് കോട്ടയ്ക്കകത്ത് കുഞ്ഞിൻ്റെ അമൃതം പൊടി അതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കുരുമുളക് പൊടി അതൊക്കെ എടുത്താണ് കളിയെ. അതൊക്കെ മൊത്തത്തോടെ ഇങ്ങ് എടുക്കാൻ നോക്കുമായിരുന്നു. വീഴാൻ തുടങ്ങി പിന്നെ ഞാൻ പിടിച്ചിട്ട് എടുത്ത് കൊടുത്തു കേട്ടോ. ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് ഓർത്തു. അല്ലെങ്കിൽ കിടന്ന് വലിയവായി കിടന്ന് കരയുവേ. അപ്പം അതിൻ്റെ അകത്തുനിന്ന് കുരുമുളക് പൊടി അങ്ങ് എടുത്തു. പിന്നെ അമൃതം പൊടി എടുക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ അങ്ങ് എടുത്ത് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ കിടന്ന് അലമ്പുണ്ടാക്കുവേ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം എടുത്ത് ഭയങ്കര സൂക്ഷ്മ നിരീക്ഷണമാണ്. മറിച്ചും തിരിച്ചൊക്കെ നോക്കുന്ന കാണാം. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എടുക്കാനും കളിക്കാനൊക്കെ. കളിപ്പാട്ടം വേണ്ട കേട്ടോ അവന്. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചില പിള്ളേരാണ് കളിപ്പാട്ടം മാത്രം മതി. അപ്പം മത്തിയൊക്കെ തണുത്ത് കഴിഞ്ഞപ്പോൾ കറി ഞാൻ തുറന്ന് നോക്കിയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ മത്തി വറുത്തവും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിക്കാനായിരുന്നു. കുഞ്ഞനാണ് ചേട്ടായുടെ അടുത്ത് പോയിരുന്ന് ഭയങ്കര കരച്ചിലാണ്. കൊടുക്കാൻ വേണ്ടിയായിരുന്നു. എരിവായതുകൊണ്ട് പിന്നെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ചക്കപ്പുഴുക്കോട്ട് കുറച്ച് അവന് കൊടുക്കുന്നുണ്ടായിരുന്നു. ചക്കപ്പുഴുക്ക്, മുളക് ചാറ്, അച്ചാറ്, പിന്നെ സവോള കഴിഞ്ഞെടുത്തിട്ടാണ് മീൻ വറുത്തതും കൂട്ടി ഞാൻ പിന്നെ ഒക്കെ കഴിച്ച് കുറച്ച് ചേട്ടായിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടായി ഇതിന് ശർക്കര മതി കേട്ടോ. പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഇരിപ്പാണ്. മേക്കപ്പൊന്നും ഇട്ടില്ല. രാത്രിയായാലും എന്നെ ഒരുങ്ങാനെന്ന് ഓർത്തു. പിന്നെ എനിക്കൊത്തിരി ക്രീമോ കാര്യങ്ങളൊന്നും മുഖത്ത് തേക്കുന്ന ഇഷ്ടമല്ല. പിന്നെ കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ കേട്ടോ. പിന്നെ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. കഞ്ഞി ഇട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു. തലേദിവസം തന്നെ ചേട്ടാ ചപ്പാത്തിയും മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചക്കപ്പുഴുക്കും ചോറൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ തന്നെ ആകാശം മൂടിക്കെട്ടി നിൽക്കും കേട്ടോ. ഒരു തലേദിവസമൊക്കെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് മഴ മൂടലാണ്. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ തന്നെ ആകാശമൊക്കെ തെളിഞ്ഞിട്ട് പോലുമില്ല. പിന്നെ മീൻകറി ഞാൻ ചൂടാക്കി ചേട്ടാക്കി ചപ്പാത്തി രാവിലെ ഉണ്ടാക്കിയായിരുന്നു. അതും വെച്ച് ആദ്യം 2 വെച്ച് അതിന് മുകളിൽ ചാറ് ഒഴിച്ചു. പിന്നെ 2 വെച്ച് പിന്നെയും ചാറ് ഒഴിച്ചാണ് കൊടുത്തു വിടുന്നത്. വേറെ പാത്രത്തിലൊന്നും കൊടുക്കുന്നില്ല. കാരണം ചോറിന് ചൂറ്റുപാത്രത്തിൽ കറി ഞാൻ കൊടുത്തു വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് പാത്രമൊന്നും കൊടുത്തു വിടാൻ പറ്റില്ല. ബാഗിനകത്ത് സ്ഥലമില്ലെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കാപ്പിക്കുള്ളത് തന്നെ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുത്തു. പിന്നെ ഇത് ഉച്ചക്കത്തേനുള്ളതാണ്. അത് ചെറിയൊരു ചോറ്റുപാത്രമാണ്. അതിൻ്റെ അകത്ത് ഞാൻ പിന്നെ കറി കൊടുത്ത് വിട്ടു. കുഞ്ഞിന് ആ സമയത്ത് ഇരുന്ന് ബിസ്ക്കറ്റ് രാവിലെ എഴുന്നേറ്റ് വന്ന പടിയാണ്. പിന്നെ മുഖമൊക്കെ ഒന്ന് കഴിച്ച് അവിടെ ഇരുത്തിയതാണ്. ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് അവൻ്റെ കുരുത്തക്കേടാണ്. പാത്രമെല്ലാം നിരത്തി വെക്കും. കാരണം പാത്രം വെക്കുന്ന സ്റ്റാൻഡ് വേറെ എങ്ങും വെക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ താഴെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവന് എടുക്കാനൊക്കെ നല്ല സൗകര്യമാണ്. പിന്നെ ഞാൻ എടുത്ത് കളിച്ചോട്ടെ എന്ന് ഓർക്കും. അല്ലെങ്കിൽ പുറകെ നടന്ന് വഴക്കുണ്ടാക്കുക. ഒരു പണിയും ചെയ്യില്ല. പിന്നെ ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പാത്രത്തിലിടുന്നു, തിരിച്ച് വെക്കുന്നു. അങ്ങനെ ഭയങ്കര നാശമായിരുന്നു. പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നു. മീൻകറി പിന്നെ മീൻ വറുത്ത് 2 നാരങ്ങാച്ചാറ് കൊടുത്തു. മേലൊക്കെ കഴിയിട്ട് വന്നാണ് കഴിക്കുന്നത്. എനിക്ക് പണിയൊക്കെ ചെയ്തിട്ട് അതേപടി ഇരുന്ന് കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. പണിയൊക്കെ ചെയ്ത് വേർത്ത് ഒഴുകിയിരിക്കുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മേലൊക്കെ കഴിയിട്ട് വന്നേ കഴിക്കാനുള്ളൂ. അതൊന്നും ഇത് ശീലമായിപ്പോയി. അപ്പം അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാനിപ്പോൾ എക്സസൈസും ഗ്രീൻ ടീ ഒക്കെയാണേ. രാവിലെ എഴുന്നേറ്റ് ഓടി കഞ്ഞിയൊക്കെ ഇട്ട് ഞാൻ കുറച്ച് എക്സസൈസ് ചെയ്യും. അപ്പോൾ ഗ്രീൻ ടീ കുടിക്കും. അതുകൊണ്ട് കട്ടൻ ചായ രാവിലെ ഇപ്പോൾ കുടിക്കുന്നില്ല. അപ്പോൾ കാപ്പിയുടെ കൂടെ എടുത്തു കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു എന്നാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.